ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ബേസിക് വിത്ത് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിലും അത് തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഇന്ന് വേറെ വേർഡ്സും പിന്നെ അതിന് ഉള്ള സെൻറ്റൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എൻ്റെ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേസിക് വിത്ത് സെൻറ്റൻസിൻ്റെ. സോ അതാദ്യം കാണുക, എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് കാണുന്നതായിരിക്കും നല്ലത്. എന്നാലേ നിങ്ങൾക്ക് കുറേ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഒട്ടും ലേറ്റാക്കാതെ തന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വേർഡ്സ് എന്ന്. ഓക്കെ, അത് തന്നെ മേന്ന് വെച്ചാൽ ചെയ്യട്ടെ, മൈറ്റ്, അയക്കും, മേ നോട്ട് അല്ലെങ്കിൽ മൈൻഡ് ആവില്ല. ഇത് രണ്ടിനും ഒരേ അർത്ഥമാണ് വരുന്നത്. മേ നോട്ടും മെയിൻറ്റും ആവില്ല എന്നാണ് വരുന്നത്. പിന്നെ മൈറ്റ് നോട്ട്, മൈൻഡ്, ആയേക്കില്ല, ഇത് രണ്ടും അങ്ങനെയാണ് വരുന്നത്. മേ ഐ കമ്മിങ് സർ സെൻറ്റൻസാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. മേ ഐ കമ്മിങ് സർ, ഞാൻ അകത്തേക്ക് വരട്ടെയോ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ അകത്തേക്ക് വരട്ടെയോ. യെസ് യു മേ, ശരി നിങ്ങൾക്ക് വരും. മേ ഗോഡ് ബ്ലെസ് യു, ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കും. പിന്നെ ഇറ്റ് മൈറ്റ് റെയിൻ ദിസ് ഈവനിങ്, ഇത് വൈകുന്നേരം മഴ പെയ്തേക്കാം. രാജു മേ നോട്ട് കം ഹിയർ ടുഡേ, രാജു ഇന്നിവിടെ വന്നേക്കില്ല. പിന്നെ അടുത്തത് മധു മൈറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്, മധു മീറ്റിംഗ് ഹാജരായേക്കാം. മേ ഇറ്റ് റെയിൻ നൗ, ഇപ്പോൾ മഴ പെയ്യുമോ. മേ ഹി ഗോ ടുഡേ, അവൻ ഇന്ന് തന്നെ പോകുമായിരിക്കില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഷാൾ വേർഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. അടുത്ത വേർഡ്സ് വന്നിട്ട് ഷാൾ. ഷാൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രണ്ടർത്ഥം വരും, ആകും അല്ലെങ്കിൽ ചെയ്യും, ഇതാണ് വരുന്നത്. പിന്നെ ഷുഡ്, അതും ചെയ്തേക്കും വേണം, രണ്ടുമാണ് വരുന്നത്. പിന്നെ ഷാൻഡ്, ആകില്ല ചെയ്യില്ല, അതിന് രണ്ടർത്ഥമാണ് വരുന്നത്. പിന്നെ ഷാൾ നോട്ട്, ആകില്ല ചെയ്യില്ല. ഇത് ഷാൻഡും ഷാൾ നോട്ടും മലയാളത്തിൽ തന്നെ രണ്ടർത്ഥമാണ് വരുന്നത്, രണ്ടും സെയിമാണ് വരുന്നത്. ആകില്ല ചെയ്യില്ല എന്നുള്ള ഇതാണ് വരുന്നത്. പിന്നെ അടുത്തത് ഷുഡ് നോട്ട്, ചെയ്യുമായിരിക്കുന്നില്ല. ഓക്കെ, ഷുഡിൻറ്റ്, അതും സെയിമാണ് വരുന്നത്, ചെയ്യുമായിരിക്കില്ല എന്നാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ സെൻറ്റൻസാണ് നോക്കാൻ പോകുന്നത്. ഐ ഷാൾ റീച്ച് ദെയർ, ഞാൻ അവിടെ എത്തും. ഐ ഷുഡ് റീച്ച് ദെയർ അറ്റ് 5 o'clock, ഞാൻ അല്ലെങ്കിൽ എനിക്ക് 5 മണിക്ക് അവിടെ എത്തണം. ഷാൽ ഐ വിസിറ്റ് ഹിം നെക്സ്റ്റ് മന്ത്, ഞാൻ അവനെ അടുത്ത മാസം സന്ദർശിക്കണം. പിന്നെ യെസ് യു ഷുഡ് വിസിറ്റ് ഹിം, അതെ നീ നിർബന്ധമായും സന്ദർശിക്കണം. ഷുഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ബൈ 4 o'clock, 4 മണിയാകുമ്പോഴേക്കും സ്റ്റേഷനിൽ നിർബന്ധമായും എത്തേണ്ടയോ. ഇതൊരു ചോദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. വി ഷാൽ കം, ഞങ്ങൾ വരും. വി വിൽ കം ഷുവർ, ഞങ്ങൾ വരും തീർച്ചയായും. ഹി ഷാൽ കം ഷുവർ, അവൻ വരും തീർച്ചയായും. ഹി വിൽ കം, അവൻ വരും. യു ഷുഡ് റീച്ച് ഇൻ ടൈം, നീ അല്ലെങ്കിൽ നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയും. യു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലാകുമ്പോൾ ഒറ്റ വേർഡുകൾ, എല്ലാവരും നമ്മൾ യു എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാരെയും പ്രായം കൂടിയ ആൾക്കാർ, സെയിം ഏജ് ആയ ആൾക്കാർ എല്ലാം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രായം കുറഞ്ഞവരെയൊക്കെ ആണെങ്കിൽ നീ എന്ന് പറയും, സെയിം ഏജ് ആയാലും നീ എന്ന് പറയും. പ്രായം കൂടിയതാണെങ്കിൽ നിങ്ങൾ, താങ്കൾ എന്നൊക്കെ വെച്ചാണ് നമ്മൾ പറയുന്നത്. സോ അതാണ് വരുന്നത്. നീ, നിങ്ങൾ, താങ്കൾ കൃത്യസമയത്ത് എത്തേണം. ഷാൽ ഐ കോൾ യു എഗെയിൻ, ഞാൻ വീണ്ടും നിങ്ങളെ വിളിക്കണം. യെസ് യു ഷുഡ് കോൾ, അതെ നീ വിളിക്കണം. ഷുഡിൻറ്റ് ഐ ടേക്ക് ദ ഫയൽ, ഞാൻ ഫയൽ എടുക്കേണ്ടയോ. നോ യു ഷുഡിൻറ്റ് ടേക്ക്, വേണ്ട നീ എടുക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയിരുന്ന
വേർഡ്സും അതിനുള്ള സെൻറ്റൻസും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോസ് ക്ലാസ്സുകളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സായിട്ട് ചോദിക്കാവുന്നതാണ്. ആ ക്ലാസ്സസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ ബേസിക് വിത്ത് വേർഡ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സസൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.